viewers, welcome to EduPod. I'm just your English tutor. So മക്കളെ, നിങ്ങൾ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു വരുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ അന്ന് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ലെറ്റർ എഴുതാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം ലെറ്ററിന് 2 ടൈപ്സ് ഉണ്ട് അല്ലേ? which are they? Formal letter and informal letter എന്ന് പറയും. Okay. അപ്പോൾ എന്നാൽ ഇമെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ +1 നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഇമെയിൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലെറ്ററിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രൂപമാണ് നമ്മളിവിടെ ഇമെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മളിങ്ങനെ ലെറ്റർ എഴുതിയാണ് അയക്കാറുള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളല്ലേ പലപ്പോഴും എന്താണ് ഇമെയിൽ ആയിരിക്കും നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ കോണ്ടന്റിലൊന്നും വലിയ വ്യത്യാസമില്ല, പക്ഷെ അതിന്റെ ഫോമാറ്റിലാണ് വ്യത്യാസം ഇതിലാണ്. സോ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു ഇമെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ ഓപ്പൺ ആക്കണം. ചിലപ്പോൾ അത് ഫോണിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലാപ്പിലൊക്കെ ആയിരിക്കാം. എന്നിട്ട് നമ്മൾ ഇമെയിൽ ഐ ഡി ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി ഓപ്പൺ ആക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് ഇമെയിൽ അയക്കാമെന്ന് വിചാരിച്ചോ, ഓൾറെഡി നമ്മുടെ ഇമെയിൽ ഐ ഡി അവിടെ മുകളിൽ അങ്ങോട്ട് കൊടുക്കും. ഓക്കെ, അതാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഫ്രം നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, കാരണം അത് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. നമ്മൾ അയക്കുന്ന ആളുടെ ഇമെയിൽ ഐ ഡി ഓൾറെഡി അവിടെ ഓപ്പൺ ആവുമല്ലോ. പക്ഷെ നമ്മൾ അത് അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? ശരിക്കും എന്താണ് നമ്മൾ കൊടുത്താലേ ഇമെയിൽ പോവുള്ളൂ? നമ്മുടെ ടു ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ആർക്കാണോ നമ്മൾ അയക്കുന്നത്, ആ അയക്കുന്ന ആളുടെ ആളുടെ ഇമെയിൽ ഐ ഡി എഴുതണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ പേര് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, പേരിന്റെ കൂടെ @gmail.com എന്ന് കൊടുക്കണം. അപ്പോഴേ അത് മെയിൽ ഐ ഡി ആവുന്നുള്ളൂ. ഓക്കെ, സോ നോക്കി, ഇവിടെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമെയിലിന് ഫസ്റ്റ് വേണ്ടത് എന്താണ്? ഫസ്റ്റ് വേണ്ടത് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആർക്കാണോ അയക്കുന്നത് ആ അയക്കുന്ന ആളുടെ പേരിട്ടിട്ട് @gmail.com കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു ക്യാരക്ടറിനൊക്കെ അയക്കുന്നതാണെങ്കിൽ ആ ക്യാരക്ടറിന്റെ പേരിട്ടിട്ട് @gmail.com എന്ന് കൊടുക്കാം. ഓക്കെ, സോ എന്നിട്ട് സിസും ബിസിസും ഇതേപോലെ നിങ്ങൾ ബ്ലാങ്ക് ആക്കി വെക്കുക. കാരണം അതെന്താണ്? അത് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ഒക്കെ ആയിട്ട് അയക്കുമ്പോൾ ആവശ്യമുള്ളൂ. ഇപ്പൊ നമ്മൾ അങ്ങനെ അല്ലല്ലോ, നമ്മൾ സിംഗിൾ ആയിട്ടല്ലേ അയക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ബ്ലാങ്ക് ആക്കി വെക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ, എന്തായാലും മക്കളെ നിങ്ങൾ സബ്ജക്ട് കൊടുക്കണം. അപ്പൊ എന്താണോ നമ്മുടെ ടോപ്പിക് നമ്മുടെ സബ്ജക്ട് എന്താണോ, എന്ത് സംബന്ധിച്ചാണോ നമ്മൾ ഇമെയിൽ അയക്കുന്നത്, അത് എവിടെ ഉണ്ടാവും? ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അത് നേരെ എടുക്കുക, ഒരു സിംഗിൾ ലൈനിലായിട്ട് ഒരൊറ്റ ലൈനിലായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്ജക്ട് എഴുതി നിർത്തണം. ഓക്കെ, സോ എന്താണോ നമ്മൾ ഉള്ളിൽ എഴുതുന്നത് അതിന്റെ ഒരു ചെറിയ രൂപമാണ് നമ്മൾ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത്? യെസ്, നമ്മളൊരു സല്യൂട്ടേഷൻ കൊടുക്കണം അല്ലേ? അപ്പം ഇവിടെ ഒരു ഒഫീഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ഡിയർ സർ, ഓ ഡിയർ മാഡം എന്നൊക്കെ പറയാം. ഇനി ഫ്രണ്ടിനാണെങ്കിലോ നമ്മൾ എന്ത് കൊടുക്കാം? ഇപ്പൊ ഡിയർ എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ കൊടുക്കാം. ഇപ്പൊ ഡിയർ നേഹ എന്നുള്ളൊരു പേരൊക്കെ കൊടുക്കാം. ഇനി അമ്മയ്ക്കാണെങ്കിൽ ഡിയർ മോം ഇതൊക്കെ എന്താണ്? ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ എന്തായാലും എന്ത് വേണടാ? സല്യൂട്ടേഷൻ നിർബന്ധമാണ് ആദ്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ നേരെ നമ്മൾ ലെറ്റർ അയക്കുന്ന പോലെ തന്നെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് പാരഗ്രാഫുകളായിട്ട് നിങ്ങൾ കാര്യങ്ങൾ എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ ലെറ്റർ ഒക്കെ നിർത്തുന്ന പോലെ തന്നെ യുവേഴ്സ് സിൻസിയർലി എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കുക. അയക്കുന്ന ആളുടെ ഒരു ഇമെയിൽ ഐ ഡി അവിടെ താഴെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഫോർമൽ ഇമെയിൽ ഐ ഡിന്റെ ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് ഇൻഫോർമൽ ആണോ, ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇമെയിൽ ആണെങ്കിൽ ഇതേപോലെ, അതായത് നോക്ക് ഇവിടെ ഡിയർ നേഹ എന്നൊക്കെ പറഞ്ഞല്ലേ, സല്യൂട്ടേഷൻ വേണം, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്ന് കൊടുത്തിട്ട് യുവേഴ്സ് സിൻസിയർലി എന്ന് പറയാം, നെയിം മതി കേട്ടോ, അത്രയും മതി. താഴെ അവിടെ ഇമെയിൽ ഐ ഡിന്റെ ആവശ്യമില്ല. അപ്പൊ നോക്കുക, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എങ്ങനെയാണ് ഒരു ഫോർമലും അതേപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിലും തമ്മിലുള്ള വ്യത്യാസം, കോണ്ടന്റിനൊക്കെ എങ്ങനെയാണ് മാറ്റം വരിക എന്നുള്ള. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ദ ലെജൻഡ് ഓഫ് ദി ടർട്ടിൽസ് ഓഫ് കണ്ടാവു ഹാസ് സർപ്രൈസ്ഡ് യു വെരി മച്ച്. നമ്മളല്ലേ ആ ഒരു ടർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന് പറയുന്നത് ആ ഒരു ചാപ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഭാഗം നമ്മളെ ഭയങ്കരമായിട്ട് ശരിക്കും ആ ഒരു കഥ ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആക്കിയിട്ടുണ്ട്. കാരണം എന്താ? ആ ഒരു വലിയ ആ ഒരു ജാൻ ടർട്ടിൽസ് ആയി മാറിയത് തിനൈക്കൊബോഗയും അതേപോലെ തന്നെ റൊഡാലിസ് ആണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ദെൻ അതേപോലെ തന്നെ നെമോനയിലുള്ള ടർട്ടിൽ കോളിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞു. സോ യു വാണ്ട് ടു ഷെയർ ദ ജോയ് ഓഫ് ഹാവിംഗ് അണ്ടർസ്റ്റുഡ് ദ ലെജൻഡ് വിത്ത് യുവർ ഫ്രണ്ട്സ് സ്റ്റഡിങ് ഇൻ ഡൽഹി. അപ്പം നിങ്ങൾ എന്ത് ആവശ്യപ്പെടുകയാണ് ശരിക്കും നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ടർട്ടിൽ കോളിങ്ങിനെ പറ്റിയിട്ട്, ആ ഒരു ലെജൻഡിനെ പറ്റിയിട്ടൊക്കെ കംപ്ലീറ്റ് നിങ്ങൾക്ക് ആരോട് പറയണം? ഡൽഹിയിലുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് നിങ്ങൾക്ക് പറയണം. അങ്ങനെയാണെങ്കിൽ ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട് ഡിസ്ക്രൈബിംഗ് ദ ലെജൻഡ് ഓഫ് ടർട്ടിൽ കോളിംഗ്. അപ്പം ഈ ഒരു ടർട്ടിൽ കോളിങ്ങിന്റെ ലെജൻഡും കാര്യങ്ങളും അതിന്റെ പിന്നിലുള്ള കഥകളൊക്കെ വിവരിച്ചുകൊണ്ട് ഡൽഹിയിലുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് അയക്കുന്ന ഇമെയിൽ ആണ് ചോദിച്ചത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മളാണ് അയക്കുന്നത് ഇമെയിൽ. ആർക്ക് അയക്കുന്നത്? നമ്മുടെ ഫ്രണ്ടിനാണ് ഫ്രണ്ടിനാണ്. എവിടെയുള്ള ഫ്രണ്ടാണ്? ഡൽഹിയിലുള്ള ഫ്രണ്ടാ. അപ്പൊ ഇത് ഏത് ടൈപ്പ് ഓഫ് ഇമെയിൽ ആണ്? ഫ്രണ്ടിനായതുകൊണ്ട് തന്നെ ഇത് ഇൻഫോർമൽ ആണ് എന്നുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ ആണ്. ഓക്കെ, സോ എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഫ്രം
നമ്മളിങ്ങനെ എഴുതി കൊടുത്തേച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയാണ്. അതായത് ഫ്രം ഓൾറെഡി അവിടെ ഉണ്ടാകുന്നതുകൊണ്ട്. ഓക്കെ, സോ നോക്ക് ഇവിടെ ഞാൻ ഫ്രം justnamol@gmail.com എന്ന് കൊടുത്തു, ഒരു ഇമെയിൽ ഐ ഡി അല്ലേ, നമ്മുടെ ഇമെയിൽ ഐ ഡി ആണല്ലോ. അയക്കുന്നത് ആർക്കാണ്? നേഹക്കാണ്, ഫ്രണ്ടിനാണ്. neha.sherin@gmail.com കൊടുത്തു. CC BCC നമ്മൾ ബ്ലാങ്ക് ആക്കി വെച്ചു. എന്നിട്ടോ സബ്ജക്റ്റ് നോക്ക്, സബ്ജക്റ്റ് നമുക്ക് കൊടുക്കണം അല്ലേ, ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പോൾ റിഗാർഡിംഗ് ദ ലെജൻഡ് ഓഫ് ടർട്ടിൽസ് എന്ത് ചെയ്യാം, നമുക്ക് റിഗാർഡിംഗ് ദ ലെജൻഡ് ഓഫ് ദ ടർട്ടിൽസ് ഓഫ് കണ്ടാവ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടോ, അപ്പോൾ ഇത്രയാണ് ഇത് ഒരു ഇമെയിലിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രൂപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോമാറ്റ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കണ്ടന്റിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഫ്രണ്ടിനാണല്ലേ, അപ്പോൾ ഒരു ഫ്രണ്ടിന് നമ്മൾ എങ്ങനെയായിരിക്കും ലെറ്റർ അയക്കുന്നത്, അതേപോലെ ഡിയർ നേഹ, ഹൗ ആർ യു മൈ ഡിയർ, ഹോപ്പ് യു ആർ ഫൈൻ, ഐ ഹാവ് ഗോട്ട് സംതിങ് സ്പെഷ്യൽ ടു ടെൽ യു. എനിക്ക് ഇതിനോട് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ദ ലെജൻഡ് ഓഫ് ദ ടർട്ടിൽസ് ഓഫ് കണ്ടാവ് ഹാസ് സർപ്രൈസ്ഡ് മീ വെരി മച്ച് അല്ലേ. ആ ഒരു ടർട്ടിൽസ് ഓഫ് കണ്ടാവ്, അതിൻ്റെ പിന്നിലുള്ള ആ ഒരു എന്താണോ അതിൻ്റെ ലെജൻഡ്, അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആക്കിയിട്ടുണ്ട്. യെസ്, ഐ വാണ്ട് ടു ഷെയർ ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ ലെജൻഡ് ഓഫ് ടർട്ടിൽ കോളിംഗ്. എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ടർട്ടിൽ കോളിങ്ങിനെ പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് നിന്നോട് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കേട്ടോ. അപ്പം ആ ഫ്രണ്ടിനോട് പറയില്ലേ, പിന്നെന്ത് ചെയ്യുക, നേരെ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ആ ഒരു നമ്മൾ ആ നെമോനയിലുള്ള ടർട്ടിൽ കോളിങ്ങിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, അതിൻ്റെ ഒരു സമറി അത് ഇവിടെ തന്നെ എഴുതാം കേട്ടോ. അത് കറക്റ്റ് നമ്മൾ പറയാം എന്തായിരുന്നു സംഭവിച്ചത്, അവരുടെ പിന്നിലുള്ള കഥകളൊക്കെ, നബുക്കുലേവിലുള്ള ഫിഷർമാൻ വന്നതും അവരെ സീസ് ചെയ്തതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ എഴുതാം. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫിൽ. എന്നിട്ട് എന്ത് പറയാണ്, ഐ ഹോപ്പ് യു വിൽ റിയലൈസ് മൈ ഫീലിംഗ്സ് ആൻഡ് റിപ്ലൈ ആസ് സൂൺ ആസ് പോസിബിൾ. ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു, എൻ്റെ ഈ ഫീലിംഗ്സ് അല്ലേ, ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടല്ലേ ഇത് എഴുതിയിട്ടുള്ളത്. സോ എൻ്റെ ആ ഒരു ഫീലിംഗ്സ് കംപ്ലീറ്റ് നീ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാണ്, പ്രതീക്ഷിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നീ അല്ലേ റിപ്ലൈ തരും എന്നുള്ളതും. ആൻഡ് കൺക്ലൂഡിങ് മൈ വേർഡ്സ് ആൻഡ് ഹോപ്പിംഗ് ടു മീറ്റ് യു സൂൺ ഡിയർ. ആൻഡ് ഞാൻ എൻ്റെ വാക്കുകൾ എന്ത് ചെയ്യാണ്, നിർത്താണ്. പെട്ടെന്ന് തന്നെ നിന്നെ കാണാൻ പറ്റും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. കൺവേ മൈ വാം റിഗാർഡ്സ് ടു ഓൾ അറ്റ് ഹോം. വീട്ടിലുള്ള എല്ലാ ആൾക്കാരോട് എന്ത് ചെയ്യണം, എൻ്റെ അന്വേഷണമൊക്കെ പറയണം എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഡൽഹിയിലുള്ള ഫ്രണ്ട് അല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. കൺവേ മൈ വാം റിഗാർഡ്സ് ടു ഓൾ യുവർ ഫ്രണ്ട്സ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ, അവിടെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ എൻ്റെ അന്വേഷണം പറയണമെന്ന് പറയാം. മേ ഗോഡ് ബ്ലെസ് യു, യുവേഴ്സ് ലവിംഗ്ലി എന്ന് പറഞ്ഞിട്ട് നെയിം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്തേണ്ടത്, ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇമെയിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇമെയിൽ നമ്മൾ അയക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ ആണെങ്കിലോ, നമ്മൾ ഭയങ്കര ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൺവേ ചെയ്യാനും നമ്മൾ അയക്കുന്ന ഇമെയിൽ ആണെങ്കിൽ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, ഇതേപോലെ തന്നെ അല്ലേ, ഫ്രം ഉണ്ടാവും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. ദെൻ ടു നമ്മൾ കൊടുക്കണം അല്ലേ, ആർക്കാണോ നമ്മൾ അയക്കുന്നത്, സ്മിതക്കാണെങ്കിൽ smita@gmail.com. എന്തായാലും @gmail.com എഴുതാതെ നിങ്ങൾ പോകരുത് കേട്ടോ. അത് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെയിൽ ഐ ഡി എന്നുള്ളതിൻ്റെ അല്ലേ അതിനൊരു പെർഫെക്ഷൻ പോകും. അപ്പോൾ മേ ബി അത് നിങ്ങളുടെ മാർക്കും കുറക്കും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ CCയും BCCയും ഇതേപോലെ വെക്കുക. ദെൻ നെക്സ്റ്റ് സബ്ജക്റ്റ് എന്താണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലേ, റിഗാർഡിംഗ് ഓർ ആപ്ലിക്കേഷൻ എന്നൊക്കെ കൊടുത്തിട്ട് ക്വസ്റ്റ്യനിൽ നേരെ എന്ത് ചെയ്യുക, സബ്ജക്റ്റ് എടുത്ത് ഇതോ. ദെൻ നെക്സ്റ്റ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഫോർമൽ ആയിട്ടുള്ളതാകുമ്പോൾ റെസ്പെക്ട് സർ ഓ മാഡം എന്ന് പറയാം, അല്ലെങ്കിൽ ഡിയർ സർ ഓ മാഡം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങാം. എന്നിട്ടോ I sent this email to draw your attention to the following matter. നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരില്ലേ, ഇവിടെ നമ്മൾ സുഖാണോ സുഖല്ലേ എന്നൊന്നും ചോദിക്കില്ലല്ലോ, നേരെ ഞാൻ എന്തിനാണ് ഈ ലെറ്റർ അയക്കുന്നത് അല്ലേ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാം. സോ ഇങ്ങനെ പറയാം. എന്നിട്ടോ I sent this, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം അല്ലേ, I sent this email to inform you a special matter. ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇമെയിൽ അയക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, സെക്കൻഡ് പാരഗ്രാഫിലൊക്കെ കാര്യങ്ങളൊക്കെ പറയാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് പറയാം, അപ്പോൾ ഐ അല്ലേ, ആരാണ് ശരിക്കും അല്ലേ, ജസ്നമോൾ ആണെങ്കിൽ ജസ്നമോൾ, എന്തിനാണ് ഈ ലെറ്റർ അയക്കുന്നത് അല്ലേ, ഇമെയിൽ അയക്കുന്നത്, റൈറ്റിംഗ് ദീസ് ഇമെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ടു എക്സ്പ്രസ് മൈ കൺസേൺ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം അല്ലേ. ഫോർമൽ ആയിട്ടുള്ള ലെറ്റർ നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടന്റ് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നിർത്തുന്ന സമയത്തോ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ എന്ന് പറയാം അല്ലേ. എന്നിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ സിൻസിയർലി എന്ന് കൊടുക്കുക. ദെൻ നെയിം കൊടുക്കുക, ആളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കണം. ഓക്കെ, ഫോർമൽ ആകുമ്പോൾ ആളുടെ ഇമെയിൽ ഐ ഡി ഇങ്ങനെ താഴെ കൊടുക്കണം, മറക്കണ്ട. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ. അപ്പോൾ രണ്ട് ഇമെയിൽ ആണെങ്കിലും ഇവിടെ ഒരു വ്യത്യാസമില്ല അല്ലേ, ആദ്യത്തെ ഈ ഒരു ഭാഗത്ത് ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. കണ്ടന്റ് മാത്രം ഫോർമൽ ലെറ്റർ എഴുതുന്ന പോലെ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ എഴുതുന്ന പോലെ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടൂം CCയും BCC അതേപോലെ തന്നെ സബ്ജക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ. സബ്ജക്റ്റ് മറക്കരുത്, ടു ഒന്നും നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ സെറ്റായി എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് മക്കളെ പഠിക്കുക. ആൻഡ് ഇമെയിൽ സെറ്റായിട്ടുണ്ടാവും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പോൾ മക്കളെ കമൻസ് ഒക്കെ താഴെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.